എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത IPL-ൽ മഹേന്ദ്ര സിംഗ് ധോണി കളിക്കുമോ? എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ധോണി കളിക്കുമോ ഇല്ലയോ എന്നറിയാൻ. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു അപ്ഡേറ്റ് ധോണിയെക്കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. IPL റിട്ടൻഷനിൽ 5 മുതൽ 6 വരെ താരങ്ങളെ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ CSK നിരയിൽ ഉറപ്പായിട്ടും ധോണി ഉണ്ടാകുമെന്ന തരത്തിലൊരു അപ്ഡേറ്റൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയായിരുന്നു IPL-ൻ്റെ ആ ഒരു പ്ലെയർ റിട്ടൻഷനുമായിട്ട് സംബന്ധിച്ച BCCI അധികൃതരും അതോടൊപ്പം തന്നെ IPL ഫ്രാഞ്ചൈസി ഓണേഴ്സും തമ്മിലും ഉണ്ടായിരുന്ന ഒരു മീറ്റിംഗ് ഇന്നലെ വാങ്കഡ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സ്വാഭാവികമായിട്ടും 5 മുതൽ 6 വരെ താരങ്ങളെ ഒരു ടീമിന് നിലനിർത്താൻ എന്ന തക്കവണ്ണമാണ് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സീസണിൽ MSDയെ CSKയുടെ നിരയിൽ കാണാൻ സാധിച്ചേക്കും. അപ്പോഴും ഇന്ന് ധോണി ഒരു ഇവൻറ്റിൽ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു. അടുത്ത IPL അദ്ദേഹം കളിക്കുമെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: റൈറ്റ് നൗ ദ ബോൾ ഈസ് നോട്ട് ഇൻ അവർ കോർട്ട്. നിലവിലത്തെ സാഹചര്യ പ്രകാരം അദ്ദേഹം കളിക്കുമ്പോൾ ഇല്ലെന്ന കാര്യം നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഒരു ടീമിന് 5 മുതൽ 6 വരെ താരങ്ങളെ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും ധോണി കളിക്കും. പക്ഷേ അവസാനം അദ്ദേഹം പറഞ്ഞു CSK ടീം മാനേജ്മെൻറ്റിൻ്റെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ അവർ എടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും അദ്ദേഹം അടുത്ത സീസണിൽ കളിക്കുമോ ഇല്ല എന്ന ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വരിക. സ്വാഭാവികമായിട്ടും ധോണിക്ക് കളിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ CSK അതിനെ തടയത്തില്ല. അങ്ങനെയാണെങ്കിൽ ധോണി അടുത്ത സീസണിൽ ചെന്നൈ നിരയിൽ ഉണ്ടായേക്കും. അപ്പോൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ CSK മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് പുറത്തു വരുന്ന അപ്ഡേറ്റിന് പ്രകാരം നമുക്കറിയാം, മാക്സിമം 5 മുതൽ 6 വരെ താരങ്ങളെ ഒരു ടീമിനെ നിലനിർത്താൻ സാധിക്കുമെന്നൊരു രീതിയാണ് വരുന്നതെങ്കിൽ CSK ധോണിയെ നിലനിർത്തും. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, ഏത് ഫോം അല്ലെങ്കിൽ ഏത് കോമ്പിനേഷനിലായിരിക്കും ധോണിയെ അവർ നിലനിർത്താൻ പോകുന്നതെന്ന്. നമുക്കറിയാം, 2008 മുതൽ 2021 വരെ IPL-ൻ്റെ ലേലത്തിൽ നിലനിന്നിരുന്ന ഒരു റൂളുണ്ടായിരുന്നു. 5, അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് 5 വർഷം കഴിയുന്ന താരത്തെ ഒരു അൺക്യാപ്ഡ് പ്ലെയറിൻ്റെ രീതിയിൽ അവർക്ക് ടീമിനെ നിലനിർത്താൻ സാധിക്കുമെന്ന റൂള് 2008 മുതൽ 2021 IPL സീസൺ വരെ ഉണ്ടായിരുന്നു. സോ നിലവിലത്തെ അപ്ഡേറ്റ് പ്രകാരം 5 മുതൽ 6 വരെ താരങ്ങളെ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ CSK സംബന്ധിച്ച് അവർ ആ ഒരു റൂള് ധോണിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോവുകയാണ്. IPL ഗവേണിംഗ് ബോഡി അംഗീകരിക്കുകയാണെങ്കിൽ ഒരു അൺക്യാപ്ഡ് പ്ലെയറായിട്ടായിരിക്കും ധോണിയെ CSK ഇപ്പോൾ നിലനിർത്താൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാപ്ഡ് പ്ലെയേഴ്സിനെയും അല്ലെങ്കിൽ ഫോറിൻ പ്ലെയേഴ്സിനെ കൂടി നിലനിർത്തിക്കൊണ്ട് ടീം ഒന്ന് സ്ട്രെങ്ത് ചെയ്തെടുക്കാൻ സാധിക്കും. സോ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. ധോണി അടുത്ത IPL കളിക്കുമെങ്കിൽ 5 മുതൽ 6 വരെ താരങ്ങളെ നിലനിർത്താൻ സാധിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ CSK 2008 മുതൽ 2021 വരെ IPL പ്ലെയർ ഓപ്ഷനിൽ നിലനിന്നിരുന്ന ആ ഒരു റൂൾ പ്രകാരം, അതായത് 5 വർഷമായി ഒരു ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച് 5 വർഷമായി ഒരു താരത്തെ ഒരു അൺക്യാപ്ഡ് പ്ലെയറായിട്ട് നിലനിർത്താൻ എന്ന ഒരു റൂളുണ്ടായിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ CSK ധോണിക്ക് വേണ്ടി ആ ഒരു റൂള് ഉപയോഗിക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.